പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, 16/1/2023 നടന്ന് SSC GD 2022 ഫസ്റ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ് 1 ഫുൾ മാത്സ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞേക്കുന്നത് എന്താ, അതായത് എസ് എന്ന് പറഞ്ഞൊരാൾ 40 രൂപ പെർ kg അരിയല്ല പഞ്ചസാര വാങ്ങി. അയാൾ എത്രയോ രൂപയ്ക്കാണ് വിറ്റത്, എക്സ് പെർ കിലോയ്ക്കാണ് വിറ്റത്. പക്ഷേ അയാൾ എന്താണ് ഒരു ഫോൾട്ടി വെയിറ്റ് ഉപയോഗിക്കുന്നത്. 1 കിലോയ്ക്ക് പകരം 800 ഗ്രാമിൻ്റെ വെയിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പെർ കിലോ ഈഫ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 30% ആണെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താ 1000 എന്ന് തന്നെ എടുക്കാം. എന്താണ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളങ്ങനെ നോക്കിയാണ്. അപ്പം 1000 രൂപയുടെ സാധനമാണെങ്കിലും പുള്ളി എത്ര രൂപയെ ഫോൾസ് വെയിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, 800 ഗ്രാമിൻ്റെ സാധനം പുള്ളി വിൽക്കുന്നുള്ളൂ. കാരണം 1000 രൂപയുടെ സാധനം എന്ന് പറഞ്ഞ് പുള്ളി എത്ര 800 രൂപയുടെ സാധനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് 800 രൂപ പോകുന്നുള്ളതുകൊണ്ട് ഈ 800ൻ്റെ എത്രയാണ് 30% ലാഭമാണ് പുള്ളിക്ക് കിട്ടുന്നത്. അപ്പോൾ 800ൻ്റെ 30% എടുക്കുമ്പോൾ എത്ര, 800 × 30/100 8 3 24 240 കൊടുക്കും. അപ്പം പുള്ളി എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, 800 240 കൂടി കൂട്ടുമ്പം 1040 വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, കോസ്റ്റ് പ്രൈസ് ആയിട്ട് 1000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അയാൾ എത്ര 1040 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 1000 രൂപയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 40. ഈ 1040 രൂപയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതും 0 വെട്ടിപ്പോയി. ഇവിടെ 4 25 കൂടെ വെട്ടിപ്പോവും, 4 100 കൂടെ വെട്ടി പോകുമ്പോൾ 25 വരും. ഇനി അപ്പോൾ 1040ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള വേണ്ടേ, 25/1040 ഇതാണ്. അയ്യോ എടുത്തപ്പോൾ തിരിഞ്ഞു പോയി. അതായത് ഇത് ഇൻറ്റു ഇതല്ലേ, ഇത് ഇൻറ്റു ഇത് ബൈ 25. അപ്പം 1040/25 ചെയ്യുമ്പോൾ എത്രയാണ് 41.6 എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ, 41.6, ഓപ്ഷൻ 3. നേരെ അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഫോർ 2 years അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 144% ഓഫ് ദ സം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആർ എത്രയാണ്. അപ്പം ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, P × R/100 റേസ് ടു N ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ എത്രയാണ് 2 year ആണ് തന്നേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കണ്ടീഷൻ എന്താ, 144, അതായത് പ്രിൻസിപ്പളിനേക്കാളും ഡിഫറൻസ് എന്ന് പറയുന്നത് 144% കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ 100 ആണെങ്കിൽ ഡിഫറൻസ് എത്രയാണ് 144 വരുന്നത്, 144. ഇവിടെ ഈ ഇക്വേഷൻ എന്താണ്, 6 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതായത് ഡിഫറൻസ് നമുക്ക് 144 എന്നാൽ ഈസിക്കൽ ടു P എത്രയാണ് 100 × R/100 റേസ് ടു 2 വരും. 2 വർഷത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 144 ഈസിക്കൽ ടു 100 × R/100 × R/100 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ എന്താ പറയുന്നത്, 0 വെട്ടിപ്പോയി, ഈ 100 ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ആവും. അപ്പം 144 0 ഈസിക്കൽ ടു R² എന്ന് വരും. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ റൂട്ട് വരും. ഇതിൻ്റെ റൂട്ട് വരുമ്പോൾ എത്രയാണ് 144 എന്നുള്ള വെറും 144 എന്നുള്ളത് എന്താണ് 12ൻ്റെ സ്ക്വയറാണ്. അപ്പം ഇത് 120ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 120% കിട്ടും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഹൈറ്റ് ഓഫ് ദ സോളിഡ് സിലിണ്ടർ ഹൂസ് റേഡിയസ് ഈസ് 7 cm ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1144 cm സ്ക്വയർ ആണെങ്കിൽ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് എത്രയാണ്, കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് മുകളിലും താഴെയുള്ള ആ സർക്കിളിൻ്റെ ഏരിയയും കൂടെ, അതായത് 2πr² വരും. എന്ന് വെച്ചാൽ
നമ്മൾ സിലിണ്ടർ വരയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവും പെടും, ഈ ഒരു ഭാഗവും പെടും. അപ്പം ഈ πr² 2 തവണ വരും. അതുപോലെ ഈ കർവ്ഡ് സർഫസ് ഏരിയ വരും. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എത്രയാണ് എന്ന് പറഞ്ഞാൽ 2πrh ആണ്. അപ്പോൾ ഇവിടെ ഞാനിതിന് 2πrh കൊടുക്കുക. ഇനി ഇതിനകത്ത് നിന്ന് മൊത്തം ഞാൻ 2πr പുറത്തെടുക്കുക. അപ്പം എന്താ വരുന്നത്, 2πr പുറത്തെടുത്ത് കഴിഞ്ഞാൽ h+r² വരത്തുള്ളൂ. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്, 1144 തന്നേക്കുന്നത്. ഇതിനകത്തപ്പം h കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. 2 × 22/7 × r എത്രയാണ് തന്നേക്കുന്നത്, 7 തന്നിട്ടുണ്ട്. h+7² 49 = 1144. 7 വെട്ടിപ്പോയി. അവിടെ 11 44 22 കൂടെ വെട്ടിപ്പോയാൽ 52 വരും. 52/2 ചെയ്യുമ്പോൾ എത്രയാണ്, 26 വരും. അപ്പം h+49 എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്ര, 26 ആണ്. h = 40. ഇവിടെ എന്തോ തെറ്റുപറ്റി പോയിട്ടുണ്ട്. 2πrh + 2πr², 2πr പുറത്തെടുത്തു. തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ r² വേണ്ട, 6 മതിയായിരുന്നു. അപ്പം 2πr പുറത്തെടുത്ത് കഴിയുമ്പോൾ എത്ര, h+r² ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരാറ് പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരാറേ ഉള്ളൂ. = 1144 തന്നിട്ടുണ്ട്. അപ്പോൾ 2 × 22/7 × 7 × h എത്രയാണ്, h കണ്ടുപിടിക്കണം. +7 ഇവിടെ വരത്തുള്ളൂ. നമ്മൾ നേരത്തെ 49 എടുത്തു. = 1144. ഇവിടെ 7 വെട്ടിപ്പോയി. 1144 / 22 ചെയ്യുമ്പോൾ എത്രയാണ്, 52 വരും. 52ൻ്റെ പകുതി എടുത്തോളൂ, 26 വരും. അപ്പം h+7 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എത്രയാണ്, 26 ആണ്. h = 26 - 7 h = 19 കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 19 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പുള്ളി അപ്പ് സ്ട്രീമിൽ 15 കിലോമീറ്റർ പോവും, ഡൗൺ സ്ട്രീമിൽ 18 കിലോമീറ്റർ പോവും. അങ്ങനെയാണെങ്കിൽ ഹി ടേക്സ് 3 hours ഈച്ച് ടൈം. ദെൻ ദ സ്പീഡ് ഓഫ് ദ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, സ്പീഡ് ഓഫ് കറണ്ടാണ്. കറണ്ട് വേണമെങ്കിൽ എന്താണ്, അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡും ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും സെപ്പറേറ്റ് വേണം. അപ്പം അപ്പ് സ്ട്രീം പോകാൻ എത്രയാണ്, 15 കിലോമീറ്റർ അപ്പ് സ്ട്രീം പോകാൻ വേണ്ടി എടുത്തു. എത്രയാണ്, 3 മണിക്കൂറിൽ. ഈച്ച് 3 മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലോട്ട് പോകാനും 3 മണിക്കൂർ, താഴോട്ട് വരാനും 3 മണിക്കൂർ. അപ്പം ഡൗൺ സ്ട്രീമിന് എത്രയാണ്, 18 കിലോമീറ്റർ പോകാനും 3 മണിക്കൂർ തന്നെ എടുത്തു. അപ്പോൾ സ്പീഡ് കിട്ടാൻ നേരത്തെ എത്രയാണ്, 3 × 5 = 15. 5 km/h കിട്ടും. ഇവിടെയും 3 × 6 = 18 വരും. 6 km/h കിട്ടും. സ്പീഡ് ഓഫ് ദ കറണ്ട് കിട്ടാൻ എന്തെങ്കിലും ഡൗൺ സ്ട്രീം - അപ്പ് സ്ട്രീം / 2 ചെയ്യുക. അത് എത്ര, 6 - 5/2, 1/2 എന്ന് വരും. ഇത്രയാണ് km/h. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താ, ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫുൾ സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്, 4/3 πr³ വരും. അപ്പോൾ ഹെമിസ്ഫിയറിന് വരുമ്പോൾ ഇതിൻ്റെ പകുതി വരുള്ളൂ. അപ്പോൾ ഇവിടെ റേഡിയസ് എന്നുള്ളതിന് പകരം എന്താണ്, 21 ക്യൂബ് കൊടുത്തുള്ളത്. 21 × 21 × 21. അപ്പോൾ 3 × 7 ചെയ്യുമ്പോൾ 21 കിട്ടും. അതുപോലെ ഇതെന്താണ്, 2/1 ആണ്. അപ്പോൾ ഇത് തിരിഞ്ഞ് കയറി പോകുമ്പോൾ × 1/2 ആവും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ വരെ ചെയ്യുന്നത്. അപ്പം × 1/2 ആവും. 2 ഫോണും കട്ട് ചെയ്ത് പോയി, 2 ആയി. ബാക്കിയുള്ളതൊക്കെ എടുത്ത് എഴുതുമ്പോൾ എന്താ, പൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം
22/7 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 21 21 കട്ട് ചെയ്ത് പോയാൽ 7 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 2 വരും. ഒരു 7 ഒരു 21 കൂടെ തട്ടിപ്പോവും, 3 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 22 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 2. യൂണിറ്റ് ഡിജിറ്റ് എടുത്ത് നോക്കുമ്പോൾ എത്ര വരുന്നത്? ഇത് 1 ഇൻറ്റു 1 1 വരും, 1 ഇൻറ്റു 2 2 വരും, 2 ഇൻറ്റു 2 4 വരും. യൂണിറ്റ് ഡിജിറ്റ് 4 ആണ് വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, അതായത് ഓപ്ഷൻ 1. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എം ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days, എൻ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 24 days. ദേ ബിഗിൻ ടുഗദർ ബട്ട് എം ലെഫ്റ്റ് ദ വർക്ക് 6 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ആണ്. അപ്പം ഇത് മറ്റേ കൂട്ട് ക്വസ്റ്റ്യനാണ്. ജോലി തീരാൻ ഇത്ര ദിവസം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ ലെഫ്റ്റായിട്ട് ഫുള്ള് ജോലി ചെയ്യാൻ എടുത്ത സമയത്തിലാണ് ഈ ക്വസ്റ്റ്യൻ. ചെയ്തു തുടങ്ങുന്നത് എന്താ? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത്. അതായത് എം ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. എൻ അതേ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 24 ദിവസം എടുക്കും. അപ്പോൾ LCM എത്രയാണ്? LCM 24 വരും. എമ്മിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2. എന്നിൻ്റെ എഫിഷ്യൻസി 24/24 1 വരും. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? എമ്മും എന്നും എത്രയോ ദിവസം വർക്ക് ചെയ്തു. അതിന് ശേഷം എന്താണ്? മൊത്തം ജോലി തീരുന്ന 6 ദിവസം മുമ്പ്, മൊത്തം ജോലി തീരുന്നതിൻ്റെ ദിവസത്തിന് 6 ദിവസം മുമ്പ്, 6 ഡേയ്സ് മുമ്പ് എം ലെഫ്റ്റ് ആവുകയോ ചെയ്യുന്നു. അതായത് തുടക്കത്തിൽ എം പ്ലസ് എൻ ജോലി തുടങ്ങുമെങ്കിൽ ഈ അവസാനത്തെ 6 ദിവസം എന്താണ്? എന്ന് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്താ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്യുക എന്താ? എം ലെഫ്റ്റ് ആവുന്നില്ല. എം ലെഫ്റ്റ് ആവുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 6 ദിവസം കൂടെ എമ്മും കൂടെ നിന്ന് പണിയെടുക്കും. അപ്പോൾ 6 ദിവസം എം പണിയെടുക്കും. എത്ര വരുന്നത്? 6 ഇൻറ്റു എത്ര? എമ്മിൻ്റെ എഫിഷ്യൻസി 2 വരും. മൊത്തം 12 ജോലിയും കൂടെ കൂടുതൽ വരും. ഈ 12 ജോലി ഞാനിവിടെ ടോട്ടൽ വർക്ക് LCM എടുത്ത് കിട്ടിയ ടോട്ടൽ വർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം 24 12 കൂട്ടിയും എത്ര വരുന്നത്? 24 10 34 36 വരും. പുതിയ ടോട്ടൽ വർക്ക് എന്നുള്ളത് 36 ആവും. ഈ 36 പുതിയ ടോട്ടൽ വർക്ക് 36 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്ര വരുന്നത്? 12 വരും. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 2. ഷോർട്ട് മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കുറേ സ്റ്റെപ്പ് എഴുതി സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പം. സമയം നമുക്ക് മാനേജ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് 4% നെക്സ്റ്റ് ഇയർ. അപ്പോൾ വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് നെക്സ്റ്റ് ഇയർ? ഈ പോപ്പുലേഷൻ 24,000 ആണ് ഇപ്പം. അപ്പോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. 24,000-ൻ്റെ 4% എടുത്തിട്ട് കൂട്ടിയാൽ മതി. 24-ൻ്റെ 4% എടുക്കുമ്പോൾ 240 ഇൻറ്റു 4 ചെയ്യാം. 240 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര? 960 വരും. 960 കൂട്ടുമ്പോൾ എത്ര? 24 960 ആൻസർ. ഇവിടെ ഏതാ ഓപ്ഷൻ വരുന്നത്? ഏതാ ഓപ്ഷനൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, 24,000-ന് താഴെയല്ലേ ഓപ്ഷൻ കൊടുത്തത്. പിന്നെ ഒരു അബദ്ധം പറ്റി. എന്താണ്? ഡിക്രീസസ് ബൈ 4%. ഞാൻ ഇൻക്രീസസ് എന്നാണ് എടുത്തത്. അപ്പം സെയിം 960 തന്നെ വരും. അതെന്താണ്? 24,000-ന് കുറച്ചാൽ മതി. 960 കുറച്ച് കഴിയുമ്പോൾ എത്രയാണ്? 230 40 വരും. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഒന്നുമില്ല, 24,000-ൻ്റെ 4% എടുക്കുക. 0 വെട്ടി പോയി 960 വരും. കിട്ടിയ 960 എന്ന് പറഞ്ഞാൽ 24,000-ന് കുറച്ചാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ LCM ഓഫ് ഈ ഫ്രാക്ഷനൊക്കെ ചോദിച്ചേക്കുന്നത്. ഫ്രാക്ഷൻ്റെ LCM കാണണമെങ്കിൽ എന്ത് ചെയ്യണം? LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്.
നോക്കുമ്പോൾ തന്നെ എന്താ അറിയാൻ പറ്റും. 2, 4, 6 LCM എത്രയാണ്? 12 വരും. LCM 12 വരും. ഈ 5, 15, 25 HCF എന്താ 5 വരും. കാരണം എന്താണ്, 5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 × 1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 15 എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 5 × 3 എന്ന് എഴുതാൻ പറ്റും. ഇനി 25 5 × 5 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഏതാ? 5 ആണ്. HCF 5 വരും. 12/5 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? രവി ക്യാൻ ഡെക്കറേറ്റ് എ വാൾ ഇൻ 6 hours വൈൽ അങ്കിത ക്യാൻ ഡെക്കറേറ്റ് ദ സെയിം വാൾ ഇൻ 10 hours. ഇൻ ഹൗ മെനി hours വിൽ ദ ഡെക്കറേറ്റ് ദ വാൾ വർക്കിംഗ് സൈമൾട്ടേനിയസ്ലി എന്ന് ചോദിച്ചു. അപ്പോൾ രവി എത്രയാണ്? 6 മണിക്കൂർ കൊണ്ടും അങ്കിത എത്രയാണ്? 10 മണിക്കൂർ കൊണ്ടും ചെയ്യും. അപ്പോൾ LCM എത്ര വരുന്നത്? LCM 60 വരും. 60 / 6 ചെയ്യുമ്പോൾ എത്രയാണ്? രവിയുടെ എഫിഷ്യൻസി 10ഉം അങ്കിതയുടെ എഫിഷ്യൻസി എത്രയാണ്? 6 വരും. ഇനി LCM കണ്ട ഈ സംഖ്യ തന്നെയാണ് എന്ത്? ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ 16 ചെയ്യാം. 60/16 ചെയ്യുമ്പോൾ എത്രയാണ്? 3.75 ആൻസർ കിട്ടുന്നത്. ഒന്നുമില്ല, ഇങ്ങനെ നോക്കിയാൽ 60/15 ചെയ്യുമ്പോൾ എത്രയാണ്? 4 വരും. അപ്പം 4നേക്കാളും കുറച്ച് കുറവാണെന്ന് ഓർത്താണ്. 3.75 ആണ് ആൻസർ. ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു കച്ചവടക്കാരൻ പുള്ളി വിൽക്കുന്ന സാധനം മാർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? 45% മോർ ദാൻ കോസ്റ്റ് പ്രൈസിലാണ്. പിന്നെ പുള്ളി അത് വിൽക്കുന്നത് എങ്ങനെയാണ്? പുള്ളി അത് വിൽക്കുന്ന 20% ഡിസ്കൗണ്ടാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 45% നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ എങ്ങനെയാണ്? 45/100 9/20 വരും. അതായത് 20 രൂപയുടെ സാധനം 20 രൂപയുടെ ഇത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഡീലർ മാർക്ക്ഡ് ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം 45% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് കോസ്റ്റ് പ്രൈസാണ്. 3 റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പം 20 രൂപയുടെ സാധനം 29 രൂപയ്ക്ക് അയാൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് എത്ര? 20% എന്ന് വെച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ഡിസ്കൗണ്ടിന് 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുന്ന മാർക്ക് പ്രൈസിലാണ്. അപ്പം 5 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് വിറ്റു. അപ്പം 5 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് വിറ്റു. പിയുടെ ഭാഗത്ത് എന്താണ്? മാർക്ക് പ്രൈസ് 2 വാല്യൂ വരുന്നത്. അത് സെയിം ആക്കണം. അത് സെയിം ആക്കാൻ എന്ത് ചെയ്യണം? 29 × 5 ചെയ്യണം. ഇവിടെ 5 × 29 ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ്? 145 എന്ന് പറഞ്ഞൊരു കോമൺ ഫിഗർ വരും. അതുപോലെ ഈ 29ഉം ഈ 20ഉം എന്താണ്? സെയിം റേഷ്യോ അല്ല. അപ്പോൾ ഈ 29നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 25 100 വരും. ഇനി അതേസമയം ഇവിടെ എന്താണ്? ഈ 5 4 പ്രപ്പോർഷനില്ല. അങ്ങനെയാണെങ്കിൽ ഈ 5നെ 29 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്താണ്? 4നെ 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 116 വരും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇയാളുടെ ശരിക്കുള്ള പ്രോഫിറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം അയാൾ എത്രയാണ്? 116 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എത്ര? 16% ലാഭം. 16% കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? 16 ആണ്. ഇവിടെ 16 യൂണിറ്റാണ് ലാഭം കിട്ടുന്നത്. 16 കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 × 100 ചെയ്യുമ്പോൾ 100 വെട്ടിപ്പോയിട്ട് 16% കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ചാക്കിനകത്ത് 2 തരം അരികൾ മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പം A, B എന്ന് നമുക്ക് എടുക്കാം. ആദ്യത്തെ അരിയുടെ പ്രൈസ് എത്ര പറഞ്ഞേക്കുന്നത്? 60/kg എന്നാണ് പറഞ്ഞേക്കുന്നത്. 60/kg. രണ്ടാമത്തെ അരിയുടെ പ്രൈസ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ആ ചാക്കിൻ്റെ ഓവറോൾ പ്രൈസ് എത്രയും തന്നിട്ടുണ്ട്? എത്ര? 70/kg തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ മിക്സ് ചെയ്തേക്കുന്ന അരി എന്ന് പറഞ്ഞാൽ എത്ര? 8 കിലോ ആണ്. രണ്ടാമത്തെ ടൈപ്പ് അരി എന്ന് പറയുന്നത് മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നത് 4 കിലോയുമാണ്. അപ്പം ഇവിടെ 8ഉം ഇവിടെ 4ഉം വരും. വാലിഡേഷൻ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? റേഷ്യോ ആക്കിക്കോളാം. 1:2 ആവും. ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ എന്താ? X എന്ന് എടുത്തോളാം. അപ്പം ഇത് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? അതായത് 60 × 2 + x, അതായത് 1 × x/2
3 എന്ന് പറയുന്നത് എത്രയാണ്? 70. ഇനി സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്ത് പോകുമ്പം എന്താണ് 70 × 3 ആവും. 70 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 210 വരും. ഇനിയിപ്പോൾ എക്സ് കാണാൻ എന്താണ് വേണ്ടത്? ഈ 120 ഇങ്ങോട്ട് വിട്ടാൽ മതി. 710 - 120 ചെയ്യുമ്പോൾ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 90 എന്ന് കിട്ടും. 90 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. വാലിഡേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിന് മുമ്പ് ചെയ്ത ഡേയ്സിലെ ഷിഫ്റ്റിൽ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം അടിയിൽ ക്വാണ്ടിറ്റി വന്ന എന്താണ്? ഇത് പ്രൈസ് പെർ കിലോയാണ്. അതായത് നമ്മൾ ഇവിടെ പ്രൈസ് വെച്ച് അലിഗേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററായിട്ട് കിട്ടുന്ന എന്താണ്? കിലോ ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ താഴെ വരത്തുള്ളൂ. അലിഗേഷൻ ചെയ്യുമ്പം ഇപ്പം ഇവിടെയും പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഈ നടുക്കും പ്രൈസ് തന്നെ എടുക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ താഴെ ഡിനോമിനേറ്ററായിട്ട് കിട്ടുന്ന എന്താണോ അതിൻ്റെ റേഷ്യോ ആയിരിക്കും ഇവിടെ താഴെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് റെഡ്യൂസ്ഡ് ബൈ 15 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്താണ്? ഇൻക്രീസ്ഡ് ബൈ 10 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആയി വെച്ചേക്കുന്നത്. എന്താ റേഷ്യോ മെത്തേഡ് തന്നെ ചെയ്യാം. 15% നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 15/100, അതായത് 3/20. അപ്പം ഇനിഷ്യലി നമുക്ക് ഇനിഷ്യൽ ഫൈനൽ ഒന്ന് എടുക്കാം. അപ്പം ലെങ്ത്ത് ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? 20 ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 3 കൂടി എത്രയായി? 23 തെറ്റിപ്പോയി. അതായത് ഇവിടെ റെഡ്യൂസ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ? 20 - 3 കുറച്ച് 17 ഫൈനൽ. ഇനി ബ്രെത്താണ് എന്ത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 10%. 10% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/10 എന്ന് എഴുതാൻ പറ്റും. ഇനീഷ്യലി 10 ഉണ്ടായിരുന്നു. ഈ 1 കൂടെ കൂട്ടി 11 അപ്പം 10 11 ഇനി ഏരിയ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെത്താണ്. അപ്പം 20 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 200 ഉണ്ടായിരുന്നു ഇനിഷ്യലി. അത് ഫൈനലായപ്പോൾ എത്രയുണ്ട്? 17 × 11 ചെയ്യുമ്പം 187 ഉള്ളൂ. കാര്യം മനസ്സിലായി. എന്താണ്? ഏരിയ കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഇൻക്രീസ്മെൻറ്റ് വരത്തില്ല, ഡിക്രീസ്മെൻറ്റേ വരത്തുള്ളൂ. 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി എത്രയാണ് കുറഞ്ഞേ? ഇവിടെ 13 അല്ലേ കുറഞ്ഞേ? 13 കുറഞ്ഞത്. അപ്പം 13/200 × 100 പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പം 20 വെട്ടിപ്പോയി. 13/2 ചെയ്യുമ്പോൾ എത്ര? 6.5 എന്ന് വരും ശതമാനം. 6.5 ഡിക്രീസ്മെൻ്റ് ആണ്. അതൊരു അർത്ഥം പറ്റി. ഇൻക്രീസ്മെൻറ്റ് വെട്ടിക്കളയുന്നത് ഞാൻ ഡിക്രീസ്മെൻ്റാണ് വെട്ടിക്കളഞ്ഞത്. അപ്പം ഇവിടെ ഈ 2 ഓപ്ഷനുമാണ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്. ഇവിടെ എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാൽ 13 കുറഞ്ഞു /200 × 100. ഇപ്പോൾ 0.2 വെട്ടിപ്പോയി. 13/2 ചെയ്യുമ്പോൾ എത്രയാണ്? 6.5 ഡിക്രീസ്മെൻ്റ് ആണ്. ഓപ്ഷൻ 3 കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്തൊരു കടക്കാരൻ 3 തരം ഡിസ്കൗണ്ട് വെച്ചേക്കുക. ഇതിനകത്ത് ഏത് ഡിസ്കൗണ്ടാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചേക്കുന്നത്? വാങ്ങുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ഇതിനകത്ത് ഏതാണ്? ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ 20 24 സക്സസീവ് ചെയ്യുമ്പോൾ എത്രയാണ്? 20 + 24 - എത്ര? 20 × 24/100 വരും. 24 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 44 വരും. 24 × 2 ചെയ്യുമ്പോൾ 48 വരും. 480 480/100 ചെയ്യുമ്പോൾ 4.8 ആണ് കുറയുന്നത്. ഇവിടെ 4.8 കുറയുമ്പം എഫക്റ്റീവ് പെർസെൻറ്റേജ് എത്ര വരുന്നത്? 39.2 വരുന്നത്. എന്തായാലും ഫസ്റ്റ് ഡിസ്കൗണ്ട്. ഇനി സെക്കൻഡ് ഡിസ്കൗണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? 5 എണ്ണം വാങ്ങുമ്പം 3 എണ്ണം ഫ്രീ കൊടുക്കും. 5 എണ്ണം വാങ്ങുമ്പം 3 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കും. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കടക്കാരൻ്റെ കയ്യിൽ നിന്ന് 8 എണ്ണം പോകുന്നുണ്ട്. 8 എണ്ണം വാങ്ങുമ്പോൾ മാത്രമേ 3 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഡിസ്കൗണ്ട് കൊടുത്ത എത്രയാണ്? 3 എണ്ണം. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നത് എത്രയാണ്? 8 എണ്ണം. ശരിക്കും പറഞ്ഞാൽ 3/8 ആണ് വരുന്നത്. 3/8ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എത്രയാണ് കിട്ടുന്നത്? പെർസെൻറ്റേജ് ടേബിൾ നമ്മൾ പഠിക്കുമ്പോൾ 3/8ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/8ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 37.5 ആണ്. അതായത് 3/8 × 100 ചെയ്യുമ്പം 37.5 വരുന്നത്. പെർസെൻറ്റേജ് ടേബിൾ
3/8 ഉണ്ട്, അത് പഠിക്കണം. അപ്പം ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, 13 വാങ്ങുമ്പം എത്ര 7 ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം പറഞ്ഞു. കടക്കാരൻ്റെ നിന്ന് എത്ര പോകുന്നുണ്ട്, 13, 7, 20 പോകുന്നുണ്ട്. 20 വാങ്ങുമ്പോൾ എന്താണ് 7 ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ 7/2 എത്ര 3.5 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 10 കൂടെ ഉണ്ട്. അപ്പം 35 0.35 ആണ് ഇവിടെ വരുന്നത്. 0.35 ആണ് വരുന്നത്. ഇൻറ്റു 100 കൂടെ ഉണ്ട്. ഇവിടെ ഇൻറ്റു 100 കൂടെ ചെയ്യുമ്പം 35% ആണ് ഇവിടെ വരുന്നത്. 35% ഇവിടെ വരും. കാണുമ്പോൾ തന്നെ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ഏതാണെന്ന് മനസ്സിലാവും. ബയ്യറിനെ സംബന്ധിച്ച് എന്താണ് 19.2% കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ഏറ്റവും നല്ലത്. ബയ്യറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നതല്ല നല്ലത്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് 39.2 ആണ്. ഓപ്ഷൻ 4. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഈ പുള്ളിക്കാരി സ്കൂളിലോട്ട് പോകും വരെ ചെയ്യുന്ന ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ് 37.5 എന്നുള്ളത്. പിന്നെ സ്കൂളിലോട്ട് പോകുന്ന ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ് 50 km/h. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ വരുന്ന സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് 20 km ആണെങ്കിൽ ഈ പുള്ളിക്കാരി അങ്ങോട്ട് പോകുന്ന ദൂരം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. തിരിച്ചു വരുന്ന അങ്ങോട്ട് പോകുന്ന സ്പീഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. തിരിച്ചു വരുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നേക്കുന്നത് 50 km/h തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോകുന്ന എത്ര സ്പീഡിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സിൻസ് എന്താണ് ഡിസ്റ്റൻസ് അങ്ങോട്ട് കൂട്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2ab/a+b എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. കാരണം 20 km കോൺസ്റ്റൻ്റ് പുള്ളിക്കാരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 20 km പോകുന്നുള്ളൂ. ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര 2 × a നമുക്കറിയില്ല, ഇൻറ്റു b എത്രയാണ് 50 km/h ബൈ a ഇൻറ്റു 50 = എത്രയാണ് 37.5 ആണ്. 37.5 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിരുന്നത് 2a ഇൻറ്റു 50/a+50 എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ 37.5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 75/2 എന്ന് എഴുതാൻ പറ്റും. ഇത് ഞാൻ വെട്ടിക്കളയുക. ഇത് 3, ഇത് 2, 25 കൊണ്ട് വെട്ടുക രണ്ട് ഭാഗത്ത്. ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്, അതായത് ഇവിടെ 2a ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പം 4a ആവും. 4a ഇൻറ്റു ഈ 2 വരും. അപ്പം 80a വരും ഒരു സൈഡിൽ എന്നാൽ 80a വരും. ഇവിടെ 80a വരും ഈക്വൽ ടു ഇവിടെ a+50 ഇൻറ്റു 3 വരും. അപ്പം 8a = 3a + 70 150 വരും. ഇവിടെ അപ്പം 5a എന്ന് പറയുന്നത് എത്രയാണ്, 5a എന്ന് പറയുന്നത് 150 വരും. എയുടെ വാല്യൂ എത്രയാണ് 150/5 വരും. എത്രയാണ് 30 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന വാട്ട് പ്രിൻസിപ്പൽ വിൽ എമൗണ്ട് ടു 53.24 in 2 years when interest is compounded at 10% per annum കോമ്പൗണ്ടിങ് ആനുവലി ആണ്. അപ്പോൾ 10% കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്, 10% കാണുമ്പോൾ തന്നെ 1/10 എന്ന് എഴുതാൻ പറ്റും. അതായത് 10 എന്നുള്ള പ്രിൻസിപ്പിൾ 11 എമൗണ്ട് ചെയ്യും. ഇത് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം എന്താണ് ഇതിൻ്റെ സ്ക്വയർ വരും 100/121. ഈ എമൗണ്ടിൻ്റെ വാല്യൂ തന്നേക്കുന്നത് എന്താ 53.24 എന്നുള്ളത്. അപ്പം 121ൻ്റെ വാല്യൂ ആണ് എന്ത് തന്നേക്കുന്നത് 53.24 എന്നുള്ളത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 100ൻ്റെ വാല്യൂ ആണ്. അപ്പം ഞാൻ ഇവിടെ എന്താണ് ഇതിനെ രണ്ടിനെയും 11 കൊണ്ട് വെട്ടു. അപ്പോൾ 11 കൊണ്ട് വെട്ടുമ്പം 53.24 /11 ചെയ്യുമ്പോൾ എത്രയാണ് 484 എന്ന് വരും. അതായത് 11ൻ്റെ വാല്യൂ 484. അപ്പോൾ 11ൻ്റെ വാല്യൂ 484 ആണെങ്കിൽ 100ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത് 484 ഇൻറ്റു 100/11 ചെയ്താൽ മതി. 484/11
11 ചെയ്യുമ്പോൾ എത്രയാണ്? 44 വരും. 44 × 100 എന്ന് പറയുന്നത് 4400 ഇവിടെ 4400 വരും. 4400 വരും. ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. 4400 എന്ത് 2 വർഷത്തിന് ശേഷം 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 5324 രൂപയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബൈക്ക് 3 മണിക്കൂർ കൊണ്ട് 162 കിലോമീറ്റർ കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എത്ര കവർ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. 162/3 ചെയ്യുമ്പോൾ എത്രയാണ്? 54 എന്ന് വരും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 54. അപ്പം 5 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 54 × 5 ചെയ്യുക. 5 4 20, 5 5 25, 27 വരും. 270 കിലോമീറ്ററാണ് പോകുന്നത്. ഓപ്ഷൻ 4. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ കടക്കാരൻ എന്താണ് 200 ഗ്രാമിന് വരെ 250 ഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്രയായി? 250 ഗ്രാമിന് പകരം 200 ഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല, ഇയാൾ എന്താണ് 250 ഗ്രാമിന് പകരം 200 ഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അതായത് ശരിക്കുള്ള 250 ഗ്രാമാണ്, പക്ഷേ ഇയാൾ ഉപയോഗിക്കുന്നത് 200 ഗ്രാമാണ്. ഇതാണ് എന്ത് ആക്ച്വൽ വെയിറ്റ്. ആക്ച്വൽ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കടക്കാരൻ കൊടുക്കുന്ന വെയിറ്റാണ്. അതായത് 250 ഗ്രാമാണെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കുന്നത് 200 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ആക്ച്വൽ വെയിറ്റ്. ശരി, ആൾക്കാരെ കാണിക്കാൻ എന്താണ്? ഇതാണ് ഫേക്ക് ആയിട്ടുള്ള വെയിറ്റ്. പുള്ളിക്ക് എത്ര ഗ്രാം ലാഭം കിട്ടുന്നുണ്ട്? 50 ഗ്രാം ലാഭം കിട്ടുന്നുണ്ട്. എത്രയിലാണ് ലാഭം കിട്ടുന്നത്? 200-ലാണ് അയാൾക്ക് ലാഭം കിട്ടുന്നത്. കാരണം എന്താണ്? 200 ഗ്രാം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ 50 ഗ്രാം ലാഭം എത്ര? 200 × 100, 25% അയാൾക്ക് ലാഭം കിട്ടുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യുന്നത്? 375 മീറ്റർ എന്താണ്? 375 മീറ്റർ അപ്പ് സ്ട്രീമും അതേ 375 മീറ്റർ തന്നെയാണ് ഡൗൺ സ്ട്രീമും പോകുന്നത്. അങ്ങോട്ട്, അതായത് അപ്പ് സ്ട്രീം പോകാൻ 30 മിനിറ്റും തിരിച്ചിറങ്ങി വരാൻ എത്രയാണ്? 18 മിനിറ്റുമാണ് എടുക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആവും. കാരണം ഇവിടെ എന്താ? ഡിസ്റ്റൻസ് ഇത് കോൺസ്റ്റൻ്റാണ്. ഇവിടെ എന്താ? ടൈമിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീം. ടൈമിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പ് സ്ട്രീം പോകാൻ 30 മിനിറ്റും ഡൗൺ സ്ട്രീം പോകാൻ 18 മിനിറ്റും. ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ എത്രയാണ്? നമുക്ക് 6 കൊണ്ട് വെട്ടാം. 6 3 18, 6 5 30. നേരെ സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് നേരിട്ട് എടുക്കാം. അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പം 5:3 ആണെങ്കിൽ സ്പീഡ് വരുമ്പോൾ എത്രയാണ്? 3:5 ആവും. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും കിട്ടിയ സ്ഥിതിക്ക് സ്പീഡ് ഓഫ് ദ സ്ട്രീമും സ്പീഡ് ഓഫ് ദ ബോട്ടും കാണാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡൗൺ സ്ട്രീം മൈനസ് അപ്പ് സ്ട്രീം ബൈ 2 ചെയ്താൽ മതി. 5 - 3/2 എത്ര? 2/2 1 എന്ന് വരും. ഇനി സ്പീഡ് ഓഫ് ദ ബോട്ട് എത്രയാണ്? ഈ 5 + 3/2 ചെയ്യണം. 5 + 3/2 ചെയ്യാൻ എത്രയാണ്? 8/2 വരും. അതെത്രയാണ്? 4 എന്നും വരും. സ്പീഡ് ഓഫ് ദ സ്ട്രീം 1ഉം സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് 4 കിട്ടി. നമ്മൾ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്രയാണ്? 4ഉം സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ 1ഉം. 4:1 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് വിട്ടാൽ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത്
A:B തന്നിട്ടുണ്ട് എത്ര 2:7. അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷനും തന്നിട്ടുണ്ട് 343 ആണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ B-Aയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എയും ബിയും രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ കാണാൻ എന്താ B²/A ചെയ്യണം. ഈ തേർഡ് പ്രൊപ്പോർഷൻ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് 343 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എയുടെയും ബിയുടെയും വാല്യൂ എന്താ റേഷ്യോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് A:B എന്ന് പറയുന്നത് 2:7 ആണ്. ഇത് ആക്ച്വൽ നമ്പറല്ല, പക്ഷേ എന്താണ് 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, ഇതും 7ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പം നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇത് K എന്ന് എടുത്തോളുക. ഈ B²/A ചെയ്യുമ്പോൾ എത്ര 49K²/2K എന്ന് പറയുന്നത് എത്രയാണ് 343. ഒരു കെയും വെട്ടിപ്പോയി. 49K എന്ന് പറയുന്നത് എത്രയാണ് 343 × 2 വരും. അപ്പം 49 343 കൂടെ 7 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ് ഇവിടെ 7 വരും. കെയുടെ വാല്യൂ എത്ര കിട്ടുന്നത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 × 2 14 കിട്ടും. കെയുടെ വാല്യൂ 14 കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി A:B ശരിക്കും എയുടെയും ബിയുടെയും വാല്യൂ എത്ര വരുന്നതെന്ന് കാണാൻ പറ്റും. എങ്ങനെ ഈ കെക്ക് വരെ 14 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ A:B എത്ര വരും 14 × 2 28 വരും. 7 × 14 ചെയ്യുമ്പോൾ 119 വരും. ഇതാണ് ശരിക്കും A:Bയുടെ വാല്യൂ. 119 B-A നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പം B-A ചെയ്യുമ്പോൾ എത്ര 119 - 28 ചെയ്യുമ്പോൾ 91 വരും. 91 നമുക്ക് എവിടെ തെറ്റിപ്പോലോ. കെയുടെ വാല്യൂ 14 കിട്ടി. 14 × 28 7 × 14 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് 28 7 98 ആണ് വരുന്നത്. അവിടെ B എടുത്തപ്പോൾ തെറ്റിപ്പോയി. അതായത് 7 × 14 ചെയ്യുമ്പോൾ എത്രയാണ് 98 ആണ് വരുന്നത്. 98 ആണ് വരുന്നത്. 8 - 28 ചെയ്യുമ്പോൾ എത്രയാണ് ഓപ്ഷൻ 2 70 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ എന്താ ബോട്ട് മാസ് റൂൾ വേണം ഉപയോഗിക്കാൻ. ബോട്ട് മാസ് എന്താ ഇതിനകത്ത് ഏതൊക്കെ സംഭവങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് ബോട്ട് മാസ് പറയുന്നത്. അതായത് B4 ബ്രാക്കറ്റ്, O4 എന്താണ് ഓഫ്, അതുപോലെ D4 എന്താ ഡിവിഷൻ, M4 മൾട്ടിപ്ലിക്കേഷൻ, A4 അഡീഷൻ, S4 സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സംഭവം ചെയ്യാം. അപ്പം 35 ÷ 7 × 9 ദ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യുമ്പോൾ എത്ര 7 5 35 5 9 45 45ൻ്റെ സ്ക്വയർ വരും. അപ്പം ഈ ബ്രാക്കറ്റിന് ഫുൾ എന്താണ് 45 സ്ക്വയറിനിടാം. അതിനുശേഷം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ ബോട്ട് മാസ് BO ആണ്. അപ്പം ബ്രാക്കറ്റിനകത്ത് വരുന്ന വേണം എടുക്കാൻ. അപ്പം 5 × 4 ആണ്. 5 × 4 20 × 8 വരും. ഓഫ് എന്ന് പറയുന്നത് എന്താ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അത് ഓഫ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം അതൊരിത് ചെയ്യുന്നുള്ളൂ. കാരണം ബോട്ട് മാസ് എടുക്കുമ്പം രണ്ടാമതാണ് കിടക്കുന്നത്. അപ്പം ഓഫ് ഉണ്ടെങ്കിൽ ഡിവിഷന് മുമ്പ് അതിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം 5 × 4 ചേർത്ത് നമ്മളിവിടെ 20 എഴുതി. അടുത്ത ഓഫ് കഴിഞ്ഞ് ഡിവിഷൻ എടുക്കണ്ട. അപ്പം ഡിവൈഡ് ചെയ്യാൻ നേരത്തെ ഇനി ഡിവിഷൻ ഏതൊക്കെയാണ് ഉള്ളത് ഇവിടെ 4 × 13 4 × 65/13 ഉണ്ട്. ഈ ഡിവിഷൻ ഏതൊക്കെയാണ് ഉള്ളത് ഒന്ന് 65/13 ഉണ്ട്, പിന്നെ 100/20 ഉണ്ട്. 100/20 ചെയ്യുമ്പോൾ എത്ര വരുന്നത് 5 എന്ന് വരും. അപ്പോൾ ഇത് ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ 5 എന്ന് കൊടുക്കാം. ഇവിടെ എന്താ വരുന്നത് 65/13 ചെയ്യുമ്പോഴും അവിടെ 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 5 കൊടുത്തു. ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി മൾട്ടിപ്ലിക്കേഷനാണുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ എന്താ 5 × 4 ഉണ്ട് 20 + 45 സ്ക്വയർ പ്ലസ് 5 × 8 ചെയ്യുമ്പോൾ 40 ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 400 വരും. ഇവിടെ 45യുടെ സ്ക്വയർ എന്ന് വരുന്നത് എന്ത് വരും 45യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എന്താണ് 5 സ്ക്വയർ എടുത്തെഴുതുക 25. എന്നിട്ട് അതിന്
തൊട്ട് പുറകിലത്തെ ഈ നമ്പർ നോക്കുക, 4 നോക്കുക. 4 × 5 ചെയ്യുക, എത്രയാണ്? 20 വരും. 25 ആണ് എന്ത്? 45യുടെ സ്ക്വയർ പ്ലസ് 420 കൂടെ 35യുടെ സ്ക്വയറും അതുപോലെ തന്നെയാണ്. 5യുടെ സ്ക്വയർ ആദ്യം എടുത്ത് എഴുതുക 25. അതിന് പുറകെ കിടക്കുന്ന നമ്പർ 3 ആണ്. 3 × 4 ചെയ്യുക, 12. 1 12 25 ആണ് 35യുടെ സ്ക്വയർ. ഈ റൂള് എവിടെ ആപ്ലിക്കബിൾ ആവും? 25യുടെ സ്ക്വയർ എടുക്കുമ്പോൾ അങ്ങനെ വരും. 25 എടുത്ത് എഴുതുക. അത് കഴിഞ്ഞ് 2 × 3 625 ആണ് 25യുടെ സ്ക്വയർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2445 കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ 2. അപ്പോൾ ഇതോടുകൂടി എന്താണ് 16-ാം തീയതി നടന്ന ഷിഫ്റ്റ് ഫസ്റ്റിലെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്.